3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകൾക്ക് ഡ്രൈ ഡേയിൽ ഇളവ് നൽകിക്കൊണ്ട് സർക്കാരിന്റെ പുതിയ മദ്യനയം. ടൂറിസം പരിപാടികൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഡേ ദിവസം പ്രത്യേക ഫീസ് ഈടാക്കി മദ്യം വിളമ്പാം. 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ കള്ള് വിളമ്പാനും മദ്യനയത്തിൽ അനുമതിയുണ്ട്. വിനോദസഞ്ചാര യാനങ്ങളിലും മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന മദ്യനയം മന്ത്രിസഭ അംഗീകരിച്ചു. ഈ സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിലാണ് ഡ്രൈ ഡേയിലടക്കം ഇളവ് നൽകുന്ന തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. മദ്യനയത്തിലെ ഇളവുകളെല്ലാം വിനോദസഞ്ചാര മേഖലയെ ലക്ഷ്യം വെച്ചാണ്. ഇന്റർനാഷണൽ കോൺഫറൻസുകളോ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങോ മറ്റു ടൂറിസം പരിപാടികളോ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളെ ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാൻ അനുവദിക്കും. അനുമതിക്കായി എക്സൈസ് കമ്മീഷണർക്ക് ഹോട്ടലുകൾ അപേക്ഷ നൽകണം. 50,000 രൂപ ഫീസ് ഈടാക്കി ഇംഗ്ലീഷ് മാസം 1 മദ്യം വിളമ്പാൻ പ്രത്യേക അനുമതി നൽകാമെന്നാണ് പുതിയ മദ്യനയത്തിലെ വ്യവസ്ഥ. ക്രൂയിസ് ഷിപ്പ്, ക്രൂയിസ് ബോട്ട് തുടങ്ങിയ യാനങ്ങളിലും മദ്യം വിളമ്പാൻ ഇനി മുതൽ അനുമതി ഉണ്ടാകും. ക്രൂയിസ് ബോട്ടുകളുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും അനുമതി. ഹൗസ് ബോട്ടുകൾ ഇതിൽ ഉൾപ്പെടില്ല. നക്ഷത്ര ഹോട്ടലുകളിൽ കേരളത്തിന് തനത് പാനീയമായ കള്ള് വിളമ്പാനുള്ള അനുമതിയാണ് പുതിയ മദ്യനയത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ തീരുമാനം. വിളമ്പുന്ന കള്ള് ഹോട്ടലിന് പരിധിയിലുള്ള റേഞ്ചിലെ കള്ള് ഷാപ്പിൽ നിന്ന് വേണം വാങ്ങാൻ. കള്ള് ഷാപ്പുകളോടനുബന്ധിച്ചുള്ള നാടൻ ഭക്ഷണശാലകളിലും കള്ള് വിളമ്പാൻ അനുമതിയുണ്ട്. കുപ്പിയിലടച്ച കള്ളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാനും പുതിയ മദ്യനയം അനുമതി നൽകുന്നു. ലേലത്തിൽ പോകാത്ത കള്ള് ഷാപ്പുകളുടെ നടത്തിപ്പ് തൊഴിലാളികളുടെ സംഘത്തിന് കൈമാറും. ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്താൻ പുതിയ മദ്യനയം തയ്യാറായിട്ടില്ല. ബാറുകളുടെ ലൈസൻസ് ഫീസിലും മാറ്റമില്ല. ഇപ്പോൾ പ്രതിവർഷം 35 ലക്ഷം രൂപയായ ബാറുകളുടെ ലൈസൻസ് ഫീസ് ഇനിയും കൂട്ടിയാൽ പൂട്ടിപ്പോകുമെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിലയിരുത്തൽ. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.